ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വിക്സ് ഫോർ കാനഡ എന്ന് പറയുന്ന ഒരു ചാരിറ്റിയിലേക്ക് നമ്മൾ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ എന്തായാലും എൻ്റെ മുടി അത്രയൊന്നും ഇല്ലയെന്ന് നിങ്ങൾക്കറിയാം. മോളുടെ മുടിയാണ് ഞാൻ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഹെയർ ഇപ്പോൾ യൂസ് ആവുന്നത് ക്യാൻസർ മൂലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം മൂലമൊക്കെ ഹെയർ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കാണ്. വിക്സ് ഫോർ കാനഡ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്ലീസ് ഡൊണേറ്റ് ഹിയർ എന്ന ആ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം നമ്മൾ ഫില്ല് ചെയ്ത് അയക്കേണ്ട ഒരു ഫോമും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മുടി വെട്ടുന്നതിനെ പറ്റിയിട്ടൊക്കെ പലവട്ടം ആലോചിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു വലിയൊരു റീസൺ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ വെട്ടാനായിട്ട്. ചെറിയ രീതിയിലൊക്കെ ഒന്ന് ലെങ്ത് കട്ട് ചെയ്തൊക്കെ നിർത്തിയിട്ടേ ഉള്ളൂ. ഇത്രയും ലെങ്ത് ഒരുമിച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. അപ്പോൾ കാനഡയിൽ വന്നിട്ടും ഒരു ട്രിപ്പ് മാത്രമാണ് കുറച്ച് ലെങ്ത് ഒന്ന് ഷോർട്ട് ആക്കിയത്. അതും ഇത്രത്തോളം ഒന്നും കുറച്ചിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് മന്താണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മുമ്പിൽ വരുന്നതും. അപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് കുറയ്ക്കുന്നതിൽ തെറ്റില്ലാന്ന്. ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നതിന് മിനിമം ലെങ്ത്തിൻ്റെ ലെങ്ത് മാത്രമല്ല വേറെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആ ഫോമിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് വേണ്ടത്. അതായത് ഏകദേശം ഒരടി, ഏകദേശം അല്ല ഒരടി ലെങ്ത് ആണ് വേണ്ടത്. അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്ത ഹെയർ ആയിരിക്കരുത്. പിന്നെന്താ കളേർഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കരുത്. ഹെയർ കട്ട് ചെയ്ത് താഴെ വീണിട്ട് താഴേന്ന് തൂത്ത് കൂട്ടി എടുക്കുന്നത് അങ്ങനെയൊന്നും ആയിരിക്കരുതെന്നൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ ലെങ്ത് ഒരുപാട് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ പ്രിപ്പയർ ചെയ്യുന്നതൊന്നും ഇട്ടിട്ടില്ല. അതായത് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ മിനിമം 12 ഇഞ്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ കൂടുതൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മുകളിൽ നിന്നോ താഴെ നിന്നോ കുറച്ചും കൂടെ ലെങ്ത് കട്ട് ചെയ്ത് കളഞ്ഞാലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലെങ്ത് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ തന്നെ സൈറ്റിലുള്ള ഇൻഫർമേഷനും യൂട്യൂബിലുള്ള വീഡിയോസും ഒക്കെ നോക്കി നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നതും. മുകളിലത്തെ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക് ടൈ സ്ട്രാപ്പ് എടുത്ത് ടൈറ്റ് ചെയ്തു. അതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം 2 ടിഷ്യൂ പേപ്പറിലായിട്ട് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് ഒരു സിപ്ലോക്ക് ബാഗിലിട്ടു. ഒരു രീതിയിലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ്. അതിനുശേഷം ഡോളറാമയിൽ പോയി നമ്മൾ അയക്കാനായിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചു. 3 കവർ വരുന്ന ഒരു പാക്കറ്റായിരുന്നു. അതിനൊരു $2 വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സിപ്ലോക്ക് ബാഗ് അതിനുള്ളിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഫോം ഉണ്ടായിരുന്നല്ലോ, അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒക്കെ കൂടി ഈ പാക്കറ്റിൽ ഇട്ടതിന് ശേഷം നമ്മൾ അവരുടെ അഡ്രസ്സ് എഴുതി നേരെ കാനഡ പോസ്റ്റിലേക്ക് വിട്ടു. അവിടെ ചെല്ലുമ്പോൾ റെഗുലർ പോസ്റ്റ് ആണോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആണോ അയക്കേണ്ടതെന്നൊക്കെ തിരക്കിയിട്ട് എത്ര രൂപയാവും എന്നുള്ളത് അവർ പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം നാടി.